ഇതാണ് ചെറിയ വണ്ടിയോടുള്ള ഉപകാരം. അതിന്റെ കവാടത്തിന്റെ ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. അതിനല്ലേ ഇത് കേരള കേന്ദ്ര ഗവൺമെന്റ് സർവകലാശാല കേരളം എന്ന പേര് വന്ന് എങ്ങനെ ബ്രോ? കേരാന്ന് വെച്ചാല് കേര വൃക്ഷം എന്ന് വെച്ചാല് തെങ്ങ് ബ്രോ. ഫുൾ തെങ്ങുണ്ടായോണ്ട് കേരളം എന്ന് പേര് വന്ന ബ്രോ. കേരാന്ന് വെച്ചാൽ തെങ്ങ് ബ്രോ. ഇപ്പോൾ ഹൗസ് വാമിംഗ് വീഡിയോ സെക്കൻഡ് പാർട്ട്. ഇന്ന് വേറെ വർക്കൊന്നുമില്ല, നാളെ ഹൗസ് വാമിംഗ്. അപ്പോൾ ഇന്ന് കാഞ്ഞങ്ങാട് പോയിട്ട് കുറച്ച് സാധനമുണ്ട്, വീട്ടിൻ്റെ സാധനം എടുത്തിട്ട് വരണം. അപ്പോൾ എണീച്ചു. ഞാൻ അവർ മാത്രമല്ല, ബാക്കിയുള്ള ഇവിടെ തന്നെ മംഗളൂരിനെ ഉള്ളാളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നെ. ഞാൻ അനിയനും മാത്രം കാറെടുത്ത് കാഞ്ഞങ്ങാട് കൊണ്ടുപോയി സാധനമൊക്കെ എടുത്ത് പെട്ടെന്ന് വരണം, എന്നിട്ട് വീട് സെറ്റാക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് പണി. അപ്പോൾ ഞാൻ രണ്ടാളും കൂടി ഇപ്പോൾ കാറ് കാഞ്ഞങ്ങാടേക്ക് കാണാം. ചെറിയൊരു ഡിസ്ട്രിക്ട്. ഇവിടെ അടുത്താരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഷോപ്പൊന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊടുക്കണം, എന്നിട്ട് പോകാൻ പറ്റും. ഉള്ളാൾ ടൗണിലോട്ട് പോയിട്ട് എവിടെയെങ്കിലും ഇഡ്ഡലിയോ സാമ്പാറോ ഇവിടെ അതെല്ലാം കഴിക്കുമോ, ഇഡ്ഡലിയോ സാമ്പാറോ വാങ്ങി കൊടുത്തിട്ട് എന്നിട്ട് പോവാം. സിനിമാറ്റിക് എഫക്റ്റ് ഉണ്ടല്ലോ, ലെൻസിനെന്താ കംപ്ലൈൻറ്റ് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടും, രസമുണ്ട്. അവിടെ ഒരു ഹോട്ടൽ കിട്ടി, അവിടെ ഡ്രോപ്പാക്കി. ഗേറ്റ് ലോക്ക് ആയിട്ടുണ്ട്. ഉള്ളാൾ ടു കാഞ്ഞങ്ങാട്. കുമ്പളത്ത് നാല് അടിപൊളി റോഡ്. ഈ റോഡിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. മൈസൂർ റോഡിനേക്കാൾ അധികം ആക്സിഡന്റ് ഇവിടെ. ഈ നാട്ടിലെ ആൾക്കാർ ആക്സിഡന്റ് അധികം വരെ ചാൻസിലും ആക്രാന്തമായിരിക്കും ഇങ്ങനത്തെ റോഡ് കാണുമ്പോൾ, പെട്ടെന്ന് കാണുമ്പോൾ. എന്ത് ചെയ്യുക ആർക്കറിയാം, നോക്കാം. ഓഫ് റോഡിങ് അതന്നെ ഗ്യാപ്പിൽ പോകും. ഇതാണ് ചെറിയ വണ്ടിയോടുള്ള ഉപകാരം. നമ്മളെ പോകും. ഈ കാണുന്നതാണ് പെരിയ യൂണിവേഴ്സിറ്റി, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതിന്റെ കവാടത്തിന്റെ ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. അതന്നല്ലേ ഇത് കേരള കേന്ദ്ര ഗവൺമെന്റ് സർവകലാശാല കുറച്ച് മെമ്മറീസ് ഉണ്ട് ഈ ഗേറ്റിൽ. ഒരു റമ്പുണ്ട്, ഓർമ്മയുണ്ട് പണ്ടത്തെ ചെയ്യാൻ പോകും. കിഴക്കൻ കരയിലേക്ക് പോകണ്ടിട്ടാണെങ്കിൽ കസിന്റെ അമ്മ വീട്, കസിന്റെ സ്വന്തം വീട് ഉണ്ട് കിഴക്കൻ കര അർദ്ധകത്തിൽ തന്നെ വീട്. ഇവിടുന്ന് സാധനം എടുക്കണം. ഇവിടുന്ന് സാധനം എടുത്തിട്ട് തിരിച്ചാദ്യം ഉള്ളാളിലേക്ക് പോകണം. പുറത്തിരിക്കുന്നുണ്ടല്ലോ മിസ്റ്റർ പ്രകാശ് റാവു പവാർ. നമുക്ക് കൊണ്ട് കിട്ടുന്നു ബ്രോ. എവിടെ കയറി ബ്രോ? ഞായറാഴ്ചല്ലേ, ആരും പറ്റില്ല. കുറേ സാധനം എടുക്കാൻ പറഞ്ഞു. ഞാൻ ബിലു കുറേ സാധനമുണ്ട്. ആകെ 5-6 ബാഗാണ്, പിന്നെ കുറച്ച് തേങ്ങ. മിസ്റ്റർ പ്രകാശ് റാവു പവാർ ശരിയില്ലായിരുന്നു, ഇന്ന് ശരിയല്ല. മടിയല്ലേ ഷോപ്പിൽ നിർത്തണമെന്ന്. അപ്പോൾ ആടണം ചായ പിടിക്കാം. നമ്മ ചായ പിടിച്ചിട്ടില്ല, നിങ്ങൾ ചായ പിടിച്ചിട്ടില്ല. അവരെല്ലാം നടന്ന് ഹോട്ടലിൽ മേടിച്ചിട്ട് കഴിച്ച്. നമ്മ വന്ന റോഡിലും നമ്മ വന്ന ഫുൾ കാർഡ് സെക്ഷനില് നമ്മ ഫുൾ കാർഡ് കയറിച്ചെന്ന് വേറെ റോഡിലൊന്ന്. ഇവനേതാ പുതിയ റോഡ് ഏതൊരു ഇത് ബ്രോ, ബിസ്ലേ ഘാട്ട് കാണണം. ബിസ്ലേ ഘാട്ട് പോകണം എന്നിട്ട് ബിസ്ലേ ഘാട്ടിൽ വന്നു. ഒരു ഷോപ്പും ഇല്ല. അലാൽസലാം എത്തി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഇനിയിപ്പോ മോളിൽ സാധനം എടുക്കുന്ന ചോദിച്ചാൽ മോളല്ല, വീട്ടിൽ നിന്ന് സാധനം വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഷോപ്പാണ്. അച്ഛൻ മുകളിൽ ആ ഷർട്ടുണ്ടാവും ഇതവിടെ. അവിടെ അച്ഛൻ്റെ പണ്ട് ഇവിടെ താഴെ തന്നെ ഇവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ ഷർട്ടാണ് മുകളിലെ ഷോപ്പ്. ഈ മോട്ടോർ ശരിയാക്കുന്ന ഷോപ്പ് ഈ ഫസ്റ്റ് ഫ്ലോറിലെത്തിനെ വെച്ചെന്ന് എനിക്ക് ഇനി ഒരു ഐഡിയ ചെയ്തു. അപ്പോൾ അന്നെങ്കിൽ ഇവിടെ നേരെ ഉള്ളതാണ് ഇവിടെ നമുക്ക് സാധനം എടുക്കുന്നത്. അമ്മ കുറേ സാധനം ഉണ്ടാകും, ഒന്നുമില്ല. ഹോട്ടലിൽ കൊണ്ടുവരാൻ വേണ്ട സാധനമില്ല.
അതിനാണ് നമ്മൾ കാറും എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഉണ്ടാക്കും, ഇത് കുഴപ്പമില്ല. ഞാൻ ജനിച്ചത് ഈ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിന്റെ പേര് മാറി, പണ്ട് KHM ഹോസ്പിറ്റലായിരുന്നു. കലവറ നടക്കൽ ഏത് പരിപാടി, ഏതോ എവിടെയോ തെയ്യം ഉണ്ടപ്പം. എന്ത് കലവറ 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 ഞാൻ ഉടുപ്പി ഹോട്ടൽ നടത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഉടുപ്പി ഹോട്ടൽ. ആ വരുന്നു അമ്മയിലേക്ക് കുറേ സാധനം ഞാൻ ചെക്കനെ വരെ കൂടില്ല, എല്ലാം മോഹിച്ച കൂട്ടായിരുന്നു. അവൻ വരുന്നു വന്നു, ഞാൻ വന്ന് സീറ്റ് കൊള്ളാക്കണം, കുറെ സാധനം കൂട്ടാണ്. അപ്പൊ ഒരു ചായ തികയില്ല, വളം ചായ. ഇതൊന്നും ആരും വെച്ച തെങ്ങല്ല ബ്രോ, നീ കാണാൻ ഈ തെങ്ങെല്ലാം വെച്ച തെങ്ങായിരിക്കൂല, ഇതെല്ലാം പണ്ട് പക്ഷെ അതൊന്നും അല്ല പ്രശ്നം ബ്രോ. തെങ്ങുണ്ട്, തേങ്ങയുണ്ട്, പറിക്കാൻ ആളില്ല ബ്രോ. എടാ എത്ര ഡിമാൻഡ് എന്നറിയാം പറിക്കാൻ. ഒരു തെങ്ങ് 100 റുപ്യ. നീ നോക്ക്, ഒരു തെങ്ങ് കേറാൻ 100 റുപ്യ കൊടുക്കണം. അത് ഓന് 1 മന്ത് മുമ്പേ ബുക്ക് ചെയ്യണം. ഞാൻ ലാസ്റ്റ് വീക്ക് ബുക്ക് ചെയ്തത്. ഓനാ ലാസ്റ്റ് വീക്ക് ആണ് പറിച്ചത്, 1 വീക്ക് ആയിട്ട് പറിച്ചത്. അത്ര ഡിമാൻഡ് ബ്രോ പറിക്കുന്നാക്ക്. 4 മണിക്ക് 6 മണിയാകുമ്പോ പറിക്കാൻ തുടങ്ങും. തെങ്ങ് കയറുന്ന ഏജൻസി, ഓൺലൈൻ ബുക്ക് ആക്കുന്ന ഏജൻസി. നമ്മൾ ട്രെയിനിങ് കൊടുത്ത് 4-5 ബംഗാളികളെ ഫുള്ള് തെങ്ങ് കയറാൻ ട്രെയിനിങ് കൊടുക്കാം. കൊറേ വന്നിട്ട് ഫുള്ള് 200 പിള്ളേരെ അടിപൊളിയാക്കാം. കോക്കോനട്സ് ഓഫ് ദ കോക്കോനട്സ് എന്തെങ്കിലും ആക്കാം ബ്രോ, പൊളിയാകും ബ്രോ. ഇത് ഫുള്ള് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് തെങ്ങ് കയറാൻ പഠിപ്പിച്ചിട്ട് നല്ല ബിസിനസ് ഐഡിയ ബ്രോ, അടിപൊളിയാണ് സെറ്റ്. എന്നിട്ട് സ്കെഡ്യൂൾ ചെയ്തിട്ട് ഓരോ സ്ഥലത്തൊക്കെ അയക്കാം. അതുപോലെ അത്രയും രാവിലെ ഇത്ര തെങ്ങ് കയറണം, ഇവിടെ തെങ്ങ് കയറാൻ ലൊക്കേഷൻ അയച്ചിട്ട് സ്കെഡ്യൂൾ അയച്ചിട്ട് സൈറ്റ് സർവേക്ക് പോകണം. എത്ര തെങ്ങുണ്ട്, ഈ തെങ്ങിന് കൊട്ടേഷൻ കൊടുക്കുക, ഇത്ര തെങ്ങിന് ഇത്ര തെങ്ങുണ്ട്, ഇത്ര തെങ്ങിന് അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് ഇത്ര തേങ്ങ കിട്ടും, ഫുൾ കൊട്ടേഷൻ ഈ ദിവസം വരും പറിക്കുന്നുണ്ട്. ഓ സെറ്റ് ആയിരിക്കും ബ്രോ, തുടങ്ങാം ബ്രോ. നോക്കട്ടെ അതെ, ഈ തെങ്ങ് ഫുള്ള് നമ്മൾ ബുക്ക് ആക്കുന്നത്, ഇത്ര തെങ്ങ് നമ്മൾ ബുക്ക് ആക്കുന്നത്, ഒരു തെങ്ങ് നമ്മൾ ഇത്ര പൈസ വെച്ച് തരുന്നുണ്ട്, നമ്മൾ തന്നെ ആക്കാം. കേരളം എന്ന് പേര് വന്ന് എങ്ങനെ ബ്രോ? കേരാന്ന് വെച്ചാല് കേര വൃക്ഷം എന്ന് വെച്ചാല് തെങ്ങ് ബ്രോ. ഫുൾ തെങ്ങുണ്ടായോണ്ട് കേരളം എന്ന് പേര് വന്ന ബ്രോ. കേരാന്ന് വെച്ചാൽ തെങ്ങ് ബ്രോ. ഡേയ് കേര വൃക്ഷം, കേരാന്ന് വെച്ചാല് തെങ്ങ്. പറ, നിങ്ങളെ പെർസ്പെക്റ്റീവ് കേൾക്കാം, പറ. ഓക്കെ, ആടിലെല്ലാം ഹൈബ്രിഡ് പെട്ടെന്ന് കഴിക്കുന്ന മരം. എത്ര അടക്ക നോക്ക് ബ്രോ, അടക്ക ഫാമിംഗ് ഫുൾ അടക്ക. കണ്ട് കേരള സെക്കൻഡ് തേർഡ് ആയിട്ട് സെക്കൻഡ് എത്തിയാ. തമിഴ്നാട് തേർഡ്. ഞാൻ പറഞ്ഞില്ല ബ്രോ, ഇൻഡസ്ട്രിയൽ ഫാമിംഗ് ആണെങ്കിൽ നല്ല പൈസ ആക്കാം. ട്രഡീഷണൽ ഫാമിംഗിൽ പൈസ വരില്ല. ഇല്ല വരില്ല. അതിന്റെ ഗ്രോത്തും പോയിട്ടുണ്ടാവും. പുതിയ തെങ്ങ് വെച്ചിട്ട് ഇൻഡസ്ട്രിയൽ ഫാമിംഗ് ആക്കണം. ഏക്കർ കണക്ക് ഫാമിംഗ് ആയി കഴിഞ്ഞെങ്കിൽ നല്ല പൈസ ആക്കാം. ഇപ്പോഴത്തെ തെങ്ങില്ലേ, ഇപ്പോഴത്തെ തെങ്ങ് നിനക്ക് 3 ഇയേഴ്സ് ലീഡ് തരും ബ്രോ. 3 ഇയേഴ്സ് ലീഡ് ആവും. സെക്കൻഡ് ഇയറിൽ ഈൽഡ് വരും. ഹൈറ്റും ഇല്ല. 45% ഈൽഡ് സെക്കൻഡ് ഇയർ. തേർഡ് ഇയർ 70%. ഓക്കെ. ഫോർത്ത് ഇയർ 100%. ഫോർത്ത് ഇയർ തൊട്ട് തെങ്ങ്, ഇപ്പോഴത്തെ തെങ്ങ് പുതിയ തെങ്ങില്ലേ, ബാംഗ്ലൂരിൽ നോക്കുന്ന തെങ്ങില്ലേ, 270 coconuts per year. 270 to 330 coconuts per year. ഒരു തെങ്ങിന് വരുന്നത് 300 തേങ്ങ ഒരു തെങ്ങിന് ഒരു വർഷം കിട്ടുന്നത് പറഞ്ഞവര്. ഒരു വർഷം 270 330 കായ് ബീಳುತ್ತಂತೆ. ഞാൻ പറഞ്ഞു നോക്ക്, ഇൻഡസ്ട്രിയൽ ഫാമിംഗ് ആയി കഴിഞ്ഞെങ്കിൽ നല്ല പൈസ ആക്കാം ബ്രോ. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞേ, ഹൊസൂരിലെ 3 ഏക്കർ സ്ഥലത്തിന് 3 lakh rupees എന്ന് പറഞ്ഞേ, പെർ ഇയർ 3 lakh പറഞ്ഞത്. ഹൊസൂർ ഞാൻ നിൽക്കുന്ന അയച്ചിട്ട് ബ്രോ, 3 ഏക്കർ ലാൻഡ് 3 lakh ലീസ്. 3 lakh ഒരു വർഷത്തേക്ക് 3 ലക്ഷം, 3 ഏക്കറിന്.
ആ വാടക ലീസും അല്ല വാടക. അത് 3 ലക്ഷം റുപ്യ ഒരു കൊല്ലത്തേക്ക് 3 ഏക്കർ. അതന്നെ അതില് മണ്ണ് നല്ല ഉണ്ടാവില്ല. ഒസൂർ ഭാഗത്ത് മണ്ണ് ഈ കൃഷ്ണഗിരിയിലും മണ്ണ് നല്ല ഉണ്ടാവും ഇല്ലല്ലോ, മണ്ണ് പോരാടെ. പക്ഷെ ആടെ എങ്ങനത്തെ ഫാമിംഗ് ആക്കണം അറിയാം, ഹൈഡ്രോഫോണിക്സ് ആ ടൈപ്പ് ഫാമിംഗ് ആക്കണം. ഹൈഡ്രോഫോണിക് ഫാമിംഗ് ആക്കണമെങ്കിൽ നമുക്ക് 60 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം പെർ ഏക്കർ, 60 ലാക്ക് പെർ ഏക്കർ. പക്ഷെ റിട്ടേൺ അതുപോലെ ഉണ്ടാവും. 3-4 ഇയേഴ്സ് കഴിഞ്ഞാൽ റിട്ടേൺ നല്ല ഉണ്ടാവും. ബെയർ ലാൻഡ് വാങ്ങണം ബ്രോ. ബെയർ ലാൻഡ് വാങ്ങിയിട്ട് ഒന്നും ആവാൻ പാടില്ല. ബെയർ ലാൻഡ് വാങ്ങിയിട്ട് പോളികൾച്ചർ ആയിട്ട് ഹൈഡ്രോഫോണിക്സിൽ ഒരു 3-4 ഏക്കേഴ്സ് ഒരേ ബ്രീഡ് ഉണ്ടോ അന്ന് പറഞ്ഞേ. റൊട്ടേഷണൽ ഫാമിംഗ് ആക്കുന്നുണ്ട് ഈ ബ്ലോക്ക് അങ്ങനെ ആക്കണം. നല്ല പൈസ ഉണ്ട് ബ്രോ. പക്ഷെ അത് ഈ ട്രഡീഷണൽ ഫാമിംഗ് പോലെ ആക്കിയാൽ പൈസ ഉണ്ടാവില്ല. അവിടെ ഈ മറ്റേ പാണത്തൂർ പോയിട്ട് സ്ഥലം പിടിച്ച റബ്ബർ, പണ്ട് റബ്ബർ അതൊന്നും ഇപ്പൊ നടക്കൂല. ടെക്നോളജി, പുതിയ ടെക്നോളജി കൊണ്ടുവരണം. മണ്ണേ വേണ്ട. ഈ ബക്കറ്റില് ഒരു പൈപ്പിലെ ടവറാക്കിയിട്ട് അതിലേക്ക് ചെടി വെക്കും. നമ്മ ഒരു പൊടി മണ്ണ് വേണ്ട. ആ ചെടിക്ക് എന്ത് വേണം മിനറല് അത് മാത്രം ആ വെള്ളത്തിലിടും. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ആവും. ചെറിയ പമ്പ് ഉണ്ടാവും. ആ വെള്ളം മുകളിൽ പോവും, ഇങ്ങനെ സ്പ്രേ ആയിട്ട് ആയി വരും. അതൊന്നും ചെടിയാവും. എങ്ങനെ ഫുഡാവുന്നറിയാം, എങ്ങനെയാണെന്നറിയാം. അപ്പുറപ്പുറം ഭയങ്കരമായ കുഴി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്.